ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നു. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘമാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ അത്തരം സൂചനകൾ പുറത്തുവന്നതാണ്. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരേ സമയം പോറ്റിയെ ചോദ്യം ചെയ്യുകയും അതേസമയം SIT സംഘം സന്നിധാനത്തെത്തി രേഖകൾ പരിശോധിക്കുകയുമായിരുന്നു. ആ സമയത്ത് തന്നെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്ന വിവരങ്ങൾ കൂടി പുറത്തുനിന്ന് ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നു. ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് അത് ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. SIT നേരത്തെ തന്നെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് തന്നെ അത് കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു. റിനു, നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിവരങ്ങൾ പറയും. പ്രജിത്ത്, നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ അറസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രേഖപ്പെടുത്തിയത്. ഉടൻ തന്നെ, അതായത് ഇത് പുലർച്ചയോടുകൂടിയോ അല്ലെങ്കിൽ ഉടൻ തന്നെയോ അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. നാളെ 12 മണിക്കുള്ളിൽ റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായി എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. 10 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് SP ബിജോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ കല്ലറയിലെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരവും നമ്മൾ നൽകിയതാണ്. അതിനുശേഷം 12 മണിയോടുകൂടി ഔദ്യോഗികമായി അവർ അറിയിക്കുന്നുണ്ട് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത്. ഒരു നടപടിയിലും പാലിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അതുപോലെ തന്നെ ശാസ്തമംഗലം അജിത്ത് അഭിഭാഷകനും അതുപോലെ തന്നെ കുടുംബവും രംഗത്തെത്തി വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നാലെയാണ് SIT ഈ കസ്റ്റഡിയിലുണ്ടെന്നും തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഓഫീസിൽ അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ടെന്നും എന്നുള്ള കാര്യം കുടുംബത്തെ അറിയിക്കുന്നത്. അതിനുശേഷമാണ് ഏകദേശം 10 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി, അതായത് പത്തനംതിട്ട ഇതിന്റെ ചുമതലയുള്ള SP ആയിട്ടുള്ള ശശിധരൻ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് എത്തിച്ചേരുമെന്നുള്ള നിർണായകമായിട്ടുള്ള വിവരം. അദ്ദേഹം ഇന്ന് ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയും നടത്തിയിരുന്നു. അവിടുന്ന് നിർണായകമായിട്ടുള്ള തെളിവുകൾ, രേഖകൾ ലഭിച്ചു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പമ്പയിലെത്തി പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നുള്ളത്. പുലർച്ചയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നതിനു ശേഷം വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഇവിടേക്ക് കൊണ്ടുപോവുക, അതായത് റാന്നി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുക എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.